കഴിഞ്ഞ 35 വർഷമായി വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിച്ചു വരുന്നതും അതുപോലെ തന്നെ 10 ഗ്രൂപ്പിന്റെയും മിക്കോമി ലാംഗ്വേജ് അക്കാഡമിയുടെയും ഡയറക്ടർ കൂടിയായ ശ്രീ ടി ജെ സന്തോഷ് സാറാണ് നമ്മളോടൊപ്പം ഇന്നത്തെ സെഷനിലുള്ളത്. ശ്രീ ടി ജെ സന്തോഷ് സാറിനെ വെൽക്കം ചെയ്യുന്നു. വെൽക്കം സർ. 2023 KMSന്റെ സർവേ പ്രകാരം കേരളത്തിൽ നിന്നുള്ള മൈഗ്രേഷൻ ഔട്ട്ഫ്ലോ കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായി വളരെ ഗണ്യമായി, പ്രത്യേകിച്ച് UK, കാനഡ പോലുള്ള രാജ്യങ്ങളിൽ വളരെ ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട്. ഈ അടുത്ത കാലത്താണ് ജപ്പാൻ അതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടത്. അതുപോലെ തന്നെ സാർ പുതിയൊരു കോഴ്സിന്റെ ഇൻട്രൊഡക്ഷനും ആയിട്ടാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത്. ജപ്പാനിലേക്കുള്ള ഒരു പ്രോഗ്രാം എന്നുള്ള രീതിയിൽ സർട്ടിഫൈഡ് ഡിപ്ലോമ ഇൻ ജെറന്റോളജി ആൻഡ് പീഡിയാട്രിക് കെയർ എന്ന് പറഞ്ഞിട്ട്, എന്താണ് സാർ ആ കോഴ്സിന്റെ റെലവൻസ് ഇന്നത്തെ കേരളത്തിലെ കുട്ടികൾക്ക്, അല്ലെങ്കിൽ എന്താണ് അതിന്റെ ഇന്നത്തെ റെലവൻസ് എന്ന് പറയാമോ? ഓരോ പുതിയ കോഴ്സ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അത് ഫ്യൂച്ചറിസ്റ്റിക് ആണോ എന്ന് നോക്കണം. അത് ഡ്യൂറബിലിറ്റി ഉണ്ടോ, ആ കോഴ്സ് കുറേ നാളത്തേക്ക് നിലനിൽക്കുമോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. ഈ ഡിപ്ലോമ ഇൻ ജെറന്റോളജി ആൻഡ് പീഡിയാട്രിക് കെയർ എന്ന് പറയുന്നൊരു കോഴ്സ് വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള കോഴ്സാണ്. ഇനിയുള്ള നാളുകളിൽ അതിൻ്റെ ഔട്ട്കം വളരെ നന്നായിരിക്കും. കാരണം ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നവർക്ക് ആഗോളതലത്തിൽ വമ്പിച്ച ഡിമാൻഡ് ഉണ്ടാവും. അതുപോലെ തന്നെ ഇന്ത്യയിലും കേരളത്തിലും ആ കോഴ്സിന് വളരെയേറെ ഡിമാൻഡ് ഉണ്ടാവുന്ന ഒരു കോഴ്സാണ്. കാരണം ആ കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് പ്രായമായവരുടെ സൈക്കോളജിക്കലായിട്ടുള്ള പരിചരണം, അവരുടെ ശാരീരികവും മാനസികവുമായ ഉന്മേഷത്തിന് വേണ്ട നോളജ് ആ നഴ്സിംഗ് കെയറിന് വരുന്ന വിദ്യാർത്ഥിക്ക് ഇമ്പാർട്ട് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് ആ സിലബസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പ്രായമായവരിൽ ഉണ്ടാകുന്ന ശാരീരികവും മാനസികവുമായ പ്രശ്നങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ് ഈ കോഴ്സ് വളരെ സവിസ്തരം പഠിപ്പിക്കുന്നത്. ആ കോഴ്സ് കഴിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വളരെ നന്നായി ഓൾഡ് ഏജ് ഹോമുകളിൽ അവരെ പരിചരിക്കാൻ വേണ്ടി കഴിയും, അല്ലെങ്കിൽ സീനിയർ കെയർ സെൻറ്റേഴ്സിൽ അവരെ നല്ല രീതിയിൽ അവർക്ക് പരിചരിക്കാനുള്ള ഒരു പ്രാവീണ്യം നേടി പുറത്തിറങ്ങും ആ കുട്ടികൾ. അപ്പോൾ അത് ഇന്ന് ലോകമെമ്പാടും നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയൊരു പ്രശ്നം ഈ സീനിയർ കെയർ എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളതാണ്. വിദേശ രാജ്യങ്ങളിലും യൂറോപ്യൻ രാജ്യങ്ങളിലും അത് വലിയൊരു പ്രയാസമാണ് പിടിച്ച സംഗതിയാണ്. അതുപോലെ തന്നെ ജപ്പാനും ഇന്ന് അതിൻ്റെ വക്കിലാണ്. ജപ്പാനിൽ ഭൂരിപക്ഷം ജനങ്ങളും സീനിയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ചെറുപ്പക്കാരുടെ എണ്ണം വളരെയേറെ കുറഞ്ഞിരിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ സീനിയർ കെയർ അവരെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ് ഇനീഷ്യേറ്റീവ് എടുത്ത് ഗവൺമെൻറ് ഫണ്ട് ചെയ്ത് നടത്തുന്ന വളരെ വലിയ ഒരു ആസ്പെക്റ്റാണ് സീനിയർ കെയർ. ആ ഒരു മേഖലയിൽ ഡിപ്ലോമ ഇൻ ജെറന്റോളജി ആൻഡ് പീഡിയാട്രിക് കെയർ കോഴ്സ് കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് വളരെയേറെ സാധ്യതകളാണുള്ളത്. സർട്ടിഫൈഡ് ഡിപ്ലോമ ഇൻ ജെറന്റോളജി ആൻഡ് പീഡിയാട്രിക് കെയർ ത്രൂ ജാപ്പനീസ് ലാംഗ്വേജ് എന്നാണ് ക്യാപ്ഷൻ കൊടുത്തിട്ടുള്ളത്. എന്തുകൊണ്ടാണ് സർ ത്രൂ ജാപ്പനീസ് ലാംഗ്വേജ് എന്ന് പറയാൻ കാരണം? ഈ കോഴ്സ് പൂർണ്ണമായും ഡിസൈൻ ചെയ്തിരിക്കുന്നത് ജപ്പാനിലെ നഴ്സിംഗ് കെയർ, സീനിയർ കെയർ ആ തസ്തികകൾ ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ജപ്പാനെ സംബന്ധിച്ചിടത്തോളം ജപ്പാൻ സീനിയർ കെയറിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ 3 കടമ്പകളാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന്, ലാംഗ്വേജ് ക്ലിയർ ആയിട്ട് പഠിക്കണം, നന്നായി ലാംഗ്വേജ് പഠിക്കണം. അതുപോലെ തന്നെ നഴ്സിംഗ് കെയറിൽ 2 പരീക്ഷകൾ അവർ എഴുതണം. ഒന്ന് ജപ്പാനീസ് ലാംഗ്വേജിൽ എഴുതണം, മറ്റൊന്ന് ഇംഗ്ലീഷിൽ എഴുതണം. അതിന് നഴ്സിംഗ് കെയറിന് ഒരു സിലബസ് ഉണ്ട്. ആ സിലബസിൽ ഏറ്റവും പ്രധാനം അത് നഴ്സിംഗ് കെയറിലുള്ള സിലബസ് ജപ്പാനീസ് ലാംഗ്വേജിൽ എഴുതുക എന്നുള്ളതാണ്. അപ്പം അത് ഫോക്കസ് ചെയ്തിട്ടാണ് ഈ സിലബസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതാണ് നഴ്സിംഗ് കെയർ നമ്മൾ ജപ്പാനീസ് ലാംഗ്വേജ് ത്രൂ എന്ന് എഴുതിയിരിക്കുന്നത്. കാരണം അത് ജപ്പാനീസ് ലാംഗ്വേജിലല്ലാതെ ഇംഗ്ലീഷിൽ മാത്രം പഠിച്ചാൽ പോരാ, അത് ജപ്പാനീസ് ലാംഗ്വേജുകളിലും ഈ എല്ലാ നഴ്സിംഗ് ടേംസും അവർ അറിഞ്ഞിരിക്കണം എന്ന് മാത്രമല്ല, അത് ജപ്പാനീസ് ലാംഗ്വേജിൽ ആ പരീക്ഷയും കൂടി എഴുതി പാസ്സായാൽ മാത്രമേ നമ്മൾ ജപ്പാനിലേക്കുള്ള എൻട്രി സാധ്യമാകൂ. സാർ, അതുപോലെ ഇത് ജപ്പാൻ താല്പര്യമില്ലാതെ നമുക്ക് ഇംഗ്ലീഷിൽ പഠിക്കാൻ പറ്റുന്ന അവസരമുണ്ടോ? ഇത് ഈ ഒരു കോഴ്സ് ഡിപ്ലോമ എന്ന് പറയുന്നത് നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ പഠിച്ചത് കൊണ്ടെന്തെങ്കിലും സ്കോപ്പ് ഉണ്ടോ? എന്താണ് നിലവിൽ അതിൻ്റെ? തീർച്ചയായിട്ടും അത് ജപ്പാൻ ലാംഗ്വേജിൽ മാത്രമല്ല, നമുക്കത് ഇംഗ്ലീഷിലും ഈ ഡിപ്ലോമ ഇൻ ജെറന്റോളജി ആൻഡ് പീഡിയാട്രിക് കെയർ നമുക്ക് പഠിക്കാം. കാരണം സീനിയർ കെയർ ഇന്ന് ലോകത്താകമാനം ഓപ്പർച്യൂണിറ്റി ഉള്ളൊരു കോഴ്സാണ്. അത് യൂറോപ്പിൽ ധാരാളം അവസരങ്ങളുണ്ട്. ഇസ്രായേലിലേക്ക് ധാരാളം മലയാളികൾ ഇസ്രായേലിലേക്ക് ഈ ആസ്പെക്റ്റിൽ പോകുന്നുണ്ട്. മാത്രമല്ല വളരെ നിയർ ഫ്യൂച്ചറിൽ അത് ഇന്ത്യയിലും കേരളത്തിലും ഏറ്റവും റിലവൻ്റ് ആയിട്ടുള്ളൊരു കോഴ്സായിട്ട് മാറും. അപ്പം അതുകൊണ്ട് ഈ കോഴ്സ് ഇംഗ്ലീഷിൽ ചെയ്യുന്നതിനും അതിന് ഇപ്പോൾ യൂണിവേഴ്സിറ്റി ഡിപ്ലോമയായിട്ട് അത് വരുന്നുണ്ട്. യൂണിവേഴ്സിറ്റിയുടെ അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റ് ഈ കോഴ്സുകൾക്ക് വരുന്നുണ്ട്. അപ്പാർട്ട് ഫ്രം നോർമൽ നഴ്സിംഗ്, എങ്ങനെയാണ് സാർ ഇത് ഒരു ഈ സർട്ടിഫൈഡ് ഡിപ്ലോമ ഇൻ ജെറന്റോളജി ആൻഡ് പീഡിയാട്രിക് കെയർ എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? എന്തൊക്കെയാണ് അതിൽ വരുന്ന കാര്യങ്ങൾ?
ഈ സർട്ടിഫൈഡ് ഡിപ്ലോമ ഇൻ ജെറന്റോളജി ആൻഡ് ജീഡിയാട്രിക് കെയർ എന്ന് പറഞ്ഞ കോഴ്സിന്റെ പ്രത്യേകത ഒരു സീനിയർ ആയിട്ടുള്ള ഒരാളെ അവരുടെ സൈക്കോളജിക്കൽ, മാനസികവും ശാരീരികവുമായി അവരെ പരിചരിക്കുന്നു എന്നുള്ളതാണ്. കാരണം സീനിയർ ആയിട്ടുള്ള ഒരാളുടെ ഒരു എന്തെങ്കിലും ഒരു ശാരീരിക പ്രയാസം ഉണ്ടായാൽ ആ ശാരീരിക പ്രയാസം നിവൃത്തിയാവുന്നതോടുകൂടി അല്ല അതിനൊരു പരിഹാരം കണ്ടെത്തുന്നതോടുകൂടി അദ്ദേഹം ആ പഴയ സ്ഥിതിയിലേക്ക് റീഇൻസ്റ്റേറ്റ് ചെയ്യപ്പെടുന്നില്ല. മാനസികമായും കൂടെ അദ്ദേഹത്തിന് പരിചരണം ലഭിക്കുകയും അദ്ദേഹം അത് ഉൾക്കൊള്ളുകയും ആ ഒരു അവസ്ഥയിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ മാനസിക പരിചരണം കൂടെ അത്യാവശ്യമാണ്. ഈ ജെറന്റോളജിയുടെ ആസ്പെക്ട് അങ്ങനെയാണ്. അത് സൈക്കോളജിക്കലായിട്ടുള്ള ഒരു അപ്രോച്ചാണ്, ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച്. ഒരു സീനിയർ കെയറിനെ ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചിലൂടെ അദ്ദേഹത്തെ റിക്കവർ ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഈ കോഴ്സിലൂടെ ഒരു വിദ്യാർത്ഥി പഠിക്കുന്നത്. സാർ, അതുപോലെ ഈ ഒരു കോഴ്സിന്റെ ഡിപ്ലോമ കോഴ്സിന്റെ സർട്ടിഫിക്കേഷൻ പാർട്സ് എങ്ങനെയാണ് വരുന്നത്? ഈ സർട്ടിഫൈഡ് ഡിപ്ലോമ ഇൻ ജെറന്റോളജി ആൻഡ് ജീഡിയാട്രിക് കെയർ എന്ന് പറയുന്ന പർട്ടിക്കുലർ കോഴ്സ് UGC അംഗീകാരമുള്ള ഗ്ലോക്കൽ യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. ഇത് ഒരു വർഷത്തെ കോഴ്സായിട്ടാണ് നമ്മൾ നടത്തുന്നത്. 11 മാസം കൊണ്ട് നമുക്കത് പൂർത്തിയാക്കാൻ കഴിയും. അതിനൊരു സർട്ടിഫിക്കേഷൻ സർട്ടിഫൈഡ് ഡിപ്ലോമ ഇൻ ജെറന്റോളജി ആൻഡ് ജീഡിയാട്രിക് കെയർ എന്ന് പറഞ്ഞൊരു സർട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയുടെ UGC അംഗീകാരമുള്ള ഒരു യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഈ കോഴ്സ് കഴിയുമ്പോൾ കിട്ടും. അത് പിന്നീട് നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിനും മറ്റ് പുറത്തേക്ക് പോകാൻ ആവശ്യമായ ഇൻ്റർവ്യൂവിനും അതുപോലെ തന്നെ അങ്ങനെയുള്ള പേപ്പർ വർക്കുകൾ നടക്കുന്ന സമയത്ത് നമുക്ക് സർട്ടിഫിക്കേഷൻ നൽകണം. ഏത് ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികൾക്കാണ് സാർ ഇത് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് ഈ കോഴ്സ്? ഇതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഏജ് കാറ്റഗറി പറഞ്ഞു കഴിഞ്ഞാൽ 18 വയസ്സിനും 28 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് ഇത് ഏറ്റവും കൂടുതൽ സ്യൂട്ടബിൾ ആകും. നമ്മുടെ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, അവരുടെ ഒരു +2 പഠന കാലാവധി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെന്തെങ്കിലും ഒരു ജോലി ചെയ്തുകൊണ്ടായിരിക്കും പിന്നീടുള്ള വിദ്യാഭ്യാസം തുടർന്ന് പഠിക്കുന്നുണ്ടാവുക. നമ്മുടെ ഇടയിൽ മാത്രം കേരളത്തിൽ വിദ്യാഭ്യാസപരമായി നമ്മൾ വളരെ ഉന്നതിയിൽ നിൽക്കുകയാണ്. പക്ഷേ വിദ്യാഭ്യാസം മാത്രം ഒരു തൊഴിലായിട്ട് എടുക്കുന്ന കുറേ ആൾക്കാരുണ്ട്. വിദ്യാഭ്യാസം ഒരു ഡിഗ്രി കഴിഞ്ഞാൽ പ്രീ ഡിഗ്രി കഴിഞ്ഞാൽ ഡിഗ്രി കഴിഞ്ഞാൽ PG, വീണ്ടും മറ്റൊരു ഡിപ്ലോമ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കും. അവസാനം ജോലിയെക്കുറിച്ച് ചിന്തിക്കും, സീരിയസ് ആയിട്ട് ജോലിക്ക് വേണ്ടി എത്തുമ്പോഴത്തേക്കും നമുക്കൊരു 10-30 വയസ്സായിട്ടുണ്ടാവും. ആ സമയത്ത് നമ്മൾ ഭയങ്കര പാനിക്കുമായിരിക്കും. കാരണം എങ്ങനെ എളുപ്പം ജോലി കിട്ടാൻ വേണ്ടിയുള്ള ശ്രമത്തിലായിരിക്കും. പക്ഷേ ഒരു +2 കഴിഞ്ഞ കാലം മുതൽ നമ്മളൊരു ജോലിയിൽ പ്രവേശിക്കുകയും ആ ജോലിയോടൊപ്പം തന്നെ പഠിക്കുകയും ചെയ്യുകയാണെങ്കിൽ പലപ്പോഴും നമുക്ക് നല്ല ജോലിയിൽ എത്തിപ്പെടാൻ വേണ്ടി കഴിയും. മാത്രമല്ല നമുക്ക് പരിചയമുള്ള, നമ്മൾ പ്രായോഗിക പരിശീലനം സിദ്ധിച്ച ആ മേഖലയിൽ തന്നെ നമുക്ക് ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഈ +2 കാലഘട്ടം കഴിയുന്ന സമയത്ത് തന്നെ ഈ ഒരു കോഴ്സ് പഠിച്ച് ജോലിയിലേക്ക് പ്രവേശിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു അദ്ദേഹം ഒരു 25-26 വയസ്സ്, 19ാമത്തെ വയസ്സ് ജോലിയിൽ പ്രവേശിക്കുന്നു. 26ാമത്തെ വയസ്സ് വരെ കുറച്ച് ഓവർ ടൈമും കുറച്ച് അവധി ദിവസങ്ങളിൽ പണിയൊക്കെ എടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ ഒരു 5-6 വർഷം കൊണ്ട് 1 കോടി രൂപയിലേറെ അദ്ദേഹത്തിന് ശമ്പളമായി സമ്പാദിക്കാൻ വേണ്ടി കഴിയും. പലപ്പോഴും നമ്മുടെ വിദ്യാഭ്യാസ സിനോറിയയിൽ നമ്മൾ ഒരു നഴ്സിംഗ് ഒക്കെ പഠിക്കാൻ വേണ്ടി പിള്ളേരെ വിടും. ആ കുട്ടികളൊക്കെ 25 വയസ്സ് കൊണ്ട് കോഴ്സ് കഴിഞ്ഞ് 1 വർഷത്തെ ട്രെയിനിങ്, അത് കഴിഞ്ഞ് ജോലിയിലേക്കൊക്കെ എത്തിപ്പെടുമ്പോഴത്തേക്കും 26-27 വയസ്സാറുണ്ട്. 25 വയസ്സ് 26 വയസ്സ് കഴിഞ്ഞ് അത് പിന്നെ കല്യാണമായി, മാരേജായി. അപ്പോൾ ആ സമയം കൊണ്ട് ആ വിദ്യാർത്ഥി ആ വീട്ടിൽ ഏൽപ്പിക്കുന്ന സാമ്പത്തിക ആഘാതം എന്നൊക്കെ പറഞ്ഞാൽ 15-20 ലക്ഷമായിരിക്കും. പിന്നീട് ഈ കുട്ടി വരുമാനത്തിലേക്ക് എത്തിപ്പെടുന്നു, വരുമാനം കുട്ടിക്ക് ലഭിക്കുന്നു. പക്ഷെ ആ വരുമാനം ഒന്നും സ്വന്തം വീട്ടിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് കല്യാണം കഴിക്കുന്ന കുടുംബത്തിലേക്കാണ് പോവുക. അപ്പം ഈ ചെലവഴിച്ചത് മുഴുവൻ സ്വന്തം ആ കുട്ടിയുടെ അപ്പനും അമ്മയായിരിക്കും. ആ കുടുംബത്തിൻ്റെ സാമ്പത്തിക ആഘാതം അവർക്ക് വല്ലാതെ അവരെ വലയ്ക്കും. ഈ ചെറുപ്പകാലങ്ങളിൽ തന്നെയുള്ള ഇവരുടെ ജോലി വീടിനൊരു സാമ്പത്തിക സ്വാതന്ത്ര്യം കൊടുക്കും. അതുപോലെ സ്വന്തം അച്ഛനും അമ്മയ്ക്കും ഒരു റിലാക്സേഷൻ കിട്ടും. അപ്പം അതുകൊണ്ട് 18 വയസ്സ് കഴിഞ്ഞ് +2 കഴിഞ്ഞ് ആ സമയത്ത് ഒരു വർഷത്തെ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് അവർക്ക് ഒരു ജോലിയിലേക്ക് പ്രവേശിക്കാൻ പറ്റുകയും ജോലിയോടൊപ്പം തന്നെ അവർക്ക് വേറെ എന്തെങ്കിലും കോഴ്സ് അവർക്ക് ചെയ്യുകയും ചെയ്യാം. ആ ജോലിയോടൊപ്പം ഒരു 4-5 വർഷം ജോലി ചെയ്യുമ്പോഴത്തേക്ക് നല്ലൊരു വരുമാനം, ഒരു സാമ്പത്തിക അടിത്തറ ആ കുടുംബത്തിനും ആ വ്യക്തിക്കും ഉണ്ടാകും എന്നുള്ളതാണ് ഈ കോഴ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത. പറഞ്ഞതുപോലെ +2 കഴിഞ്ഞ ഒരു 18 വയസ്സുള്ള ഒരു കുട്ടി 1 വർഷത്തെ ഈ ഒരു ഡിപ്ലോമ പഠിക്കുകയാണെങ്കിൽ ഒരു അടുത്ത വർഷം മുതൽ അവർ ജോലിയിൽ കയറിയാൽ ഈ ജപ്പാൻ പോലുള്ള കൺട്രികളിൽ ഈ പറയുന്ന സീനിയർ കെയർ മേഖലകളിൽ ജോലിയിൽ കയറിയാൽ എന്ത് വരുമാനമായിരിക്കും ഒരു മാസം ഉണ്ടാവുക? ജപ്പാനിലെ ജോലി എന്ന് പറഞ്ഞാൽ ജപ്പാനിൽ ഇന്ത്യയും ജപ്പാനും തമ്മിൽ കരാറുള്ളത് കൊണ്ട് തന്നെ അതിനടിസ്ഥാനപരമായി അവിടുത്തെ ലേബർ ലോസ് അനുസരിച്ചിട്ടുള്ള ഒരു സാലറി അവിടെ കിട്ടും. അത് ഇന്ത്യയിൽ നിന്ന് പോകുമ്പോൾ തന്നെ അല്ലെങ്കിൽ COE വരുമ്പോൾ തന്നെ നമുക്ക് എത്രയാണ് സാലറി എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായൊരു കാഴ്ചപ്പാടുണ്ടാകും. സാധാരണഗതിയിൽ ഈ ജോലിയിൽ പ്രവേശിക്കുന്ന ഒരാൾക്ക് 2 ലക്ഷം yen മേലെയാണ് ശമ്പളം അവിടെ തുടങ്ങുക.
പിന്നീട് ഓവർ ടൈമിനും അല്ലെങ്കിൽ ലീവ് ഡേയ്സിലുള്ള വർക്കിനും ഒക്കെ ലേബർ ലോസ് അനുസരിച്ചിട്ടുള്ള സാലറി കിട്ടും. സാധാരണ ദിവസങ്ങളിൽ ഒരു മണിക്കൂറിന് കിട്ടുന്ന സാലറിയുടെ 50%ഓ 100%ഓ അധികമായിരിക്കും ഒരു ലീവ് ഡേയിൽ അല്ലെങ്കിൽ ഓവർ ടൈം ചെയ്യുമ്പോൾ കിട്ടുക. അത് 6 മാസം കൂടുമ്പോൾ ഇവരുടെ സാലറിയിൽ വ്യതിയാനം സംഭവിക്കും. അതും ഈ സ്പെസിഫൈഡ് സ്കിൽഡ് വർക്കർ കാറ്റഗറിക്കുള്ള ഒരു പ്രത്യേകതയാണ്. 6 മാസം കൂടുമ്പോൾ സാലറി ഇൻക്രിമെൻ്റ് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയുണ്ട്. അപ്പോൾ ഒരു തുടർച്ചയായിട്ട് ഒരു 5-6 വർഷം ജോലി ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നല്ല ഒരു എമൗണ്ട്, നമുക്ക് ഇന്ത്യയിൽ ഒരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത ഒരു എമൗണ്ട് അവർക്ക് സാലറി ആയിട്ട് വാങ്ങി തിരിച്ചു വരാനും ശക്തമായ ഒരു സാമ്പത്തിക അടിത്തറ ഉണ്ടാക്കാനും ഇത് അവരൊക്കെ ഉപകരിക്കും. സാർ, കഴിഞ്ഞാലൊരു ഇൻഡോ ജപ്പാൻ ഗവൺമെന്റ് കരാറിനെ കുറിച്ചെന്തോ സൂചിപ്പിക്കേണ്ടത് എന്താണ് സാർ അത് ആക്ച്വലി ഇൻഡോ ജപ്പാൻ കരാറിന്റെ ഒരു പശ്ചാത്തലം പറഞ്ഞു കഴിഞ്ഞാൽ ജപ്പാനിൽ ഏജിങ് പോപ്പുലേഷനാണ്, യൂത്തിൻ്റെ എണ്ണം വളരെ കുറവാണ്. അപ്പം നിലവിലുള്ള ജപ്പാനിലെ സംവിധാനങ്ങൾ ഓടിച്ചുകൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഉള്ള ആൾക്കാരെ കൊണ്ട് വയ്യാത്ത സ്ഥിതിയിലെത്തി. അപ്പോൾ ജപ്പാൻ ഗവൺമെൻറ് ഇന്ത്യയെ പോലെ ജപ്പാനുമായി വളരെ സൗഹൃദമുള്ള രാജ്യങ്ങളുമായിട്ട് അവിടുത്തെ യുവജനങ്ങളെ ജപ്പാനിലേക്ക് ഷെയർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കി. ആ എഗ്രിമെൻ്റ് ഇൻഡോ ജപ്പാൻ കരാർ എന്ന് പറയും. ആ കരാറിൻ്റെ ഭാഗമായിട്ട് 2 തരത്തിലുള്ള ആൾക്കാരെയാണ് ജപ്പാനിലേക്ക് 2 രീതിയിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. ഒന്ന് TITP, ടെക്നിക്കൽ ഇന്റേൺഷിപ്പ് ട്രെയിനിങ് പ്രോഗ്രാം എന്ന് പറഞ്ഞ രീതിയിൽ ഇന്റേണായിട്ട് ഇവിടുത്തെ യുവജനങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് സ്പെസിഫൈഡ് സ്കിൽഡ് വർക്കർ എന്ന് പറഞ്ഞ കാറ്റഗറിയിലേക്ക് മെർജ് ചെയ്തു. അതായത് TITP-നേക്കാളും ഒരു സ്റ്റേജ് മുകളിലാണ് സ്പെസിഫൈഡ് സ്കിൽഡ് വർക്കർ. അവർക്ക് കൂടുതൽ സാലറി ഉണ്ട്, കൂടുതൽ പരിഗണന അവിടെ ലഭിക്കുന്ന രീതിയിലുള്ള ഒരു എഗ്രിമെൻറ്റ് വന്നു. ആ എഗ്രിമെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടുന്ന് കൊണ്ടുപോകുന്നത് ആൾക്കാരെ. അതിൻ്റെ പ്രീ കണ്ടീഷൻസ് ഒന്ന് ലാംഗ്വേജ് അറിയണമെന്നുള്ളതും ഇന്ത്യക്ക് അലോട്ട് ചെയ്ത ചില സെഗ്മെൻറ്റ് ജോലികളുണ്ട്. എല്ലാ സെഗ്മെൻറ്റിലേക്കും ഇന്ത്യയിൽ നിന്ന് കുട്ടികളെ അങ്ങോട്ടേക്ക് എടുക്കുന്നില്ല. സ്പെസിഫൈഡ് ആയിട്ടുള്ള ചില മേഖലകളിൽ നിന്ന് മാത്രമാണ് എടുക്കുന്നത്. അപ്പോൾ ആ മേഖലകൾ നമുക്ക് ഇന്ത്യക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലൊന്ന് അഗ്രികൾച്ചറാണ്, മറ്റൊന്ന് ടൂറിസം മേഖലയിലാണ്, മറ്റൊന്ന് ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് സൈഡിലാണ്, അതുപോലെ ഹോസ്പിറ്റാലിറ്റി, ഹെൽത്ത് കെയർ. ഈ പറഞ്ഞ 4-5 മേഖലകളിൽ നിന്നാണ് ഇപ്പോൾ ഇന്ത്യയിലെ യുവജനങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഈ വർഷം ജനുവരി മുതൽ ഓട്ടോമോട്ടീവ് രംഗത്തു നിന്നും ആ ഒരു മേഖലയും കൂടി ഇന്ത്യക്ക് തുറന്നു തന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ട്രക്ക് ഡ്രൈവേഴ്സ്, ഓട്ടോമൊബൈൽ എഞ്ചിനീയേഴ്സ്, മെക്കാനിക്ക്, അങ്ങനെ തുടങ്ങിയ ആൾക്കാരെയും കൂടി ഈ വർഷം മുതൽ ഇന്ത്യയിൽ നിന്ന് ഈ സ്പെസിഫൈഡ് സ്കിൽഡ് വർക്കർ കാറ്റഗറിയിൽ ജപ്പാനിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങി. നമ്മൾ ജാപ്പനീസ് ലാംഗ്വേജിനെ കുറിച്ച് പറയുമ്പോൾ എന്തൊക്കെ കടമ്പകളാണ്? നോർമലി ഇപ്പോൾ ജർമ്മനൊക്കെ ആണെങ്കിൽ നമ്മൾ ഡേറ്റ് എടുത്ത് എക്സാം എഴുതണം, A1, A2, B1, B2 അങ്ങനെയുള്ള എക്സാമുകൾ ഉണ്ടാവും. ഗോയിത്ത, OST പോലെയുള്ള ഫേമുകൾ നടന്ന എക്സാമുകൾ ഉണ്ടാവും. ജാപ്പനീസ് ലാംഗ്വേജിനെ ഡിപ്പെൻഡ് ആയിട്ട് എന്താണ് അതിൻ്റെ എക്സാമുകൾ? ജാപ്പനീസ് ലാംഗ്വേജിൽ പ്രധാനമായും 2 ഏജൻസികളാണ് പരീക്ഷ നടത്തുക. ഒന്ന് JFT, ജപ്പാൻ ഫൗണ്ടേഷൻ ടെസ്റ്റ് എന്ന് പറയും. JFT അതിൻ്റെ ടോട്ടൽ മാർക്ക് 250 ആണ്. അതിൽ 80% എങ്കിലും നമ്മൾ സ്കോർ ചെയ്യണം. അതായത് 200 മാർക്കെങ്കിലും നമുക്ക് സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വിജയിച്ചു എന്ന് പറയാം. അതിൻ്റെ സ്കോറിംഗ് ലെവൽ 200 മാർക്കാണ്. 200 മാർക്ക് അതിന് ബെഞ്ച് മാർക്ക് എന്ന് പറയും. 200 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ കുട്ടി ക്വാളിഫൈഡ് ആയി. അവർ ഏതെങ്കിലും ഒരു സ്പെസിഫൈഡ് സ്കില്ലിൽ ഏതെങ്കിലും സ്കില്ലും കൂടെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ജപ്പാനിലുള്ള പോകാനുള്ളൊരു ഇൻ്റർവ്യൂ അവർക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി ശരിക്കുമുള്ള ഒരു സ്റ്റാൻഡേർഡ് എക്സാമിനേഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് JLPT എന്ന് പറയേണ്ടി വരും. ജപ്പാൻ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ് എന്ന് പറയും. അതിന് 5 ലെവലുകളാണുള്ളത്. അതിൽ ആദ്യത്തെ ലെവൽ N5 എന്ന് പറയും. അതാണ് നമ്മൾ പ്രിലിമിനറി ആദ്യം നമ്മളൊരു വിദ്യാർത്ഥി പഠനം കഴിഞ്ഞാൽ എഴുതുന്ന ആദ്യത്തെ പരീക്ഷ N5 ആണ്. അപ്പോൾ ജപ്പാനിലേക്ക് വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ പോകണം, നമ്മളൊരു കോഴ്സ് പഠിക്കാൻ വേണ്ടിയൊക്കെ പോകണം എന്ന് വിചാരിച്ചാൽ N5 മാത്രം ക്വാളിഫിക്കേഷൻ മതി. രണ്ടാമത്തെ ലെവല് N4 ആണ്. N4 പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഒരു സ്പെസിഫൈഡ് സ്കിൽഡ് വർക്കർ കാറ്റഗറിയിൽ ഒരാൾ പോകാനുണ്ടെങ്കിൽ അവർ പ്രിഫർ ചെയ്യുന്ന ഒരു ലാംഗ്വേജ് ലെവൽ N4 ആണ്. N4 എങ്കിലും ഉള്ള ഒരു കുട്ടീനെ ഒരു ഇൻ്റർവ്യൂ ചെയ്യാൻ പരിഗണിക്കും, ജോലിക്ക് വേണ്ടി പരിഗണിക്കും. ഇനി അടുത്ത ലെവല് N3 ആണ്. N3 എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സ്പെസിഫൈഡ് സ്കിൽഡ് വർക്കർ കാറ്റഗറി അല്ലാതെ സൂപ്പർ സ്കിൽ എന്ന് പറഞ്ഞൊരു കാറ്റഗറി. സൂപ്പർ സ്കിൽ കാറ്റഗറിയിൽ എഞ്ചിനീയേഴ്സാണ് പോകുന്നത്. കമ്പ്യൂട്ടർ എഞ്ചിനീയേഴ്സ്, മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ്, എല്ലാ കാറ്റഗറിയിലുള്ള എഞ്ചിനീയേഴ്സിനും അവിടെ നല്ല സാധ്യതയുണ്ട്, നല്ല സാലറി ഉണ്ട്. അതിന് ഒരു എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഒരാൾ അങ്ങോട്ടേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അവർ അടിസ്ഥാനപരമായി അവർ നോക്കുന്ന N3 ക്വാളിഫിക്കേഷൻ അവർക്കുണ്ടോ എന്നുള്ളതാണ്. N3 ലെവൽ എന്ന് പറഞ്ഞാൽ നന്നായി സംസാരിക്കാനും നന്നായി എഴുതാനും ഒക്കെ കഴിയുന്ന ഒരു ലെവലാണ് N3. ആ ക്വാളിഫിക്കേഷൻ ലെവൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എഞ്ചിനീയറെ നമുക്ക് സൂപ്പർ സ്കിൽ കാറ്റഗറിയിൽ പെടുത്തി നല്ല സാലറിയിലേക്ക് അവിടെ കൊണ്ടുപോകാനുള്ള അവസരമുണ്ട്. പിന്നീട് N2, N1 എന്നൊക്കെ പറയും. നമ്മളിപ്പോൾ അവിടെ എന്തെങ്കിലും ലെക്ചർ ചെയ്യാനോ അവിടെ പഠിപ്പിക്കാനോ ഒക്കെ പോവുകയാണെങ്കിൽ നമ്മൾ N2, N1 ലെവലൊക്കെ പഠിച്ച് പാസ്സായിരിക്കും. ഇത് നമ്മൾ JFTയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ മാസങ്ങളിലും തന്നെ അതിന് പരീക്ഷയുണ്ട്. നമുക്ക് എളുപ്പം പരീക്ഷ എഴുതാൻ വേണ്ടി കഴിയും. പാസ്സാകാൻ പറ്റും. എനിക്ക് തോറ്റാൽ തന്നെ നമുക്ക് എളുപ്പം എഴുതാൻ പറ്റും.
JLPT പരീക്ഷകൾ ഇന്ന് ഇന്ത്യയിൽ നടക്കുന്ന 6 മാസ കാലയളവിൽ ഒരു പരീക്ഷയാണ്. അതായത് ഒരു പ്രാവശ്യം തോറ്റു കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു പരീക്ഷ എത്തണമെങ്കിൽ 6 മാസം കാത്തിരിക്കണം. ആ ഒരു പ്രയാസം മറികടക്കുന്നതിന് വേണ്ടിയിട്ടാണ് കൂടുതൽ ആൾക്കാരും JFT എക്സാമിനേഷൻ പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, ജപ്പാനെ കുറിച്ച് പറയുമ്പോൾ എങ്ങനെയാണ് സർ വെസ്റ്റേൺ കൺട്രീസുമായിട്ട് UK, കാനഡ പോലുള്ള കൺട്രീസുമായിട്ട് ജപ്പാൻ മത്സരിച്ച് നിൽക്കുന്നത്? എങ്ങനെയാണ് അവരിൽ നിന്ന് മുൻപന്തിയിൽ നിൽക്കുന്നതെന്ന് സാറിന് തോന്നിയിട്ടുള്ളത്? ജപ്പാനെ കുറിച്ച് നമ്മളിപ്പം പറയുമ്പോൾ ജപ്പാന്റെ ഒരു ടെക്നോളജി സൈഡാണ് നമ്മളെപ്പോഴും ചിന്തിക്കാറുള്ളത്. ടെക്നോളജി ലോകത്തെ ഏറ്റവും ടെക്നോളജിക്കലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ് ജപ്പാൻ. ജപ്പാന്റെ ഇപ്പൊ നമുക്ക് നോക്കിയറിയാം, ജപ്പാനെ കുറിച്ച് വരുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ആദ്യം തോന്നുന്ന ബുള്ളറ്റ് ട്രെയിൻസ്. മറ്റൊന്ന് ഈ ഇന്ത്യൻ മാർക്കറ്റ് കീഴടക്കിക്കൊണ്ടിരിക്കുന്ന ടൊയോട്ട വാഹനങ്ങൾ. കേരളത്തിൽ തന്നെ നോക്കിയാൽ ടൊയോട്ടയുടെ ഒരു പ്രോമിനൻസ് ഉള്ള അത്രയും നല്ലൊരു വണ്ടി വേറെ ഒന്ന് ഇന്ന് കേരളത്തിലെ മാർക്കറ്റിലില്ല. ഹോണ്ട ആയിക്കോട്ടെ, മിസ്ബുഷി ആയിക്കോട്ടെ, പനാസോണിക്, സോണി തുടങ്ങിയ സോണിയൊക്കെ ഇലക്ട്രോണിക്സിലെ രാജാവാരാന്ന് ചോദിച്ചാൽ എപ്പോഴും നമ്മൾ സോണിയെ കുറിച്ച് പറയേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയുള്ള ടെക്നോളജി ഡ്രിവൺ ചെയ്യുന്ന ഏറ്റവും നല്ല കമ്പനികളൊക്കെ ഉള്ള ഒരു രാജ്യമാണ് ജപ്പാൻ എന്നുള്ളതാണ് ജപ്പാന്റെ ഏറ്റവും വലിയ പ്രത്യേകത. മറ്റൊന്ന് സ്പേസ് റിസർച്ച് സ്റ്റേഷനുകളിൽ ജാക്സ് എന്ന് പറയുന്ന അവരുടെ ISRO പോലെ, ഇന്ത്യയിലെ ISRO പോലെ, അമേരിക്കയുടെ നാസ പോലെ ജപ്പാനിലെ ജാക്സും വളരെയേറെ മുൻപന്തിയിൽ നിൽക്കുന്ന ബഹിരാകാശ ഗവേഷണ രംഗത്ത് വളരെയേറെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ഏജൻസിയാണ്. മറ്റൊന്ന് അവിടുത്തെ കൾച്ചർ, പെരുമാറ്റം, അത് വളരെ ക്ലാസ് കൾച്ചറാണ്. അത് ഒരാൾക്കാർ മറ്റുള്ളവരോട് പെരുമാറുന്നതിൽ ഏറ്റവും നല്ല ആകർഷണീയതയുള്ള ഒരു രാജ്യമാണ് ജപ്പാൻ. പിന്നീട് അവരുടെ ആക്യുറസി ലെവൽ നിങ്ങൾക്കറിയാം. അവിടുത്തെ ട്രെയിനിൻ്റെ ടൈമിൻ്റെ ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും ഞങ്ങളുടെ ഇൻ്റർവ്യൂവിനൊക്കെ കുട്ടികൾ 1 സെക്കൻഡ് ലേറ്റ് ആയപ്പോലും അവർ ആ ഇൻ്റർവ്യൂവിനകത്ത് നിന്ന് ആ കുട്ടിയെ വേണ്ടി പറയും. അവിടുത്തെ ട്രെയിനിൻ്റെ ആവറേജ് ഡിലേ അല്ലെങ്കിൽ ലേറ്റ് എന്ന് പറഞ്ഞാൽ 18 സെക്കൻഡാണ്. നമ്മുടെ 18 സെക്കൻഡ്, അതായത് 1 മിനിറ്റ് പോലും ഇല്ല. അത്രയും ആക്യുറസി അവർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു രാജ്യമാണ്. ഇത് നമ്മളെ തന്നെ ഒന്ന് റീഡിഫൈൻ ചെയ്യാൻ നമ്മളവിടെ ചെന്ന് ജോലി ചെയ്യുമ്പം ആ കാലയളവ് നമ്മളെ മാറ്റും. കാരണം നമ്മുടെ ആക്യുറസി ലെവൽ മാറും, നമ്മുടെ പെർസ്പെക്റ്റീവ്, നമ്മുടെ ചിന്താഗതി മാറും, പെർഫെക്ഷനിലേക്കുള്ള നമ്മളുടെ ഒരു കാഴ്ചപ്പാട് മാറും. ഈ ടൊയോട്ടയെ കുറിച്ച് പറയുന്നത് ടൊയോട്ട വേ ഓഫ് ഡൂയിങ് തിങ്സ് എന്നാണ്. വേറെ ഒന്നും അവർ ഫോളോ ചെയ്യുന്നില്ല, അവരുടേതായ ഒരു വഴി അവരുണ്ടാക്കി. ടൊയോട്ട വേ ഓഫ് ഡൂയിങ് തിങ്സ്, അങ്ങനെയാണ് ടൊയോട്ട വളർന്നു വന്നത്. ലോകത്ത് ആരുടെ മുന്നിലും തലകുനിക്കേണ്ടാത്ത ഒരു ടെക്നോളജി രാജ്യമായിട്ട് മാറി. നമുക്ക് ഇന്ത്യയിലൊക്കെ ഏറ്റവും കൂടുതൽ റെവല്യൂഷൻ ഉണ്ടാക്കിയ ഒരു കാര്യം മാരുതി സുസുക്കി എന്ന് പറയുന്നതാണ്. മാരുതിനെ ലോകത്ത് ഇന്ത്യയിലെ പോപ്പുലറാക്കിയത് സുസുക്കിയുടെ പാർട്ണർഷിപ്പിലാണ്. ഈ സുസുക്കി എന്ന് പറയുന്നത് ജപ്പാനിലെ വലിയൊരു കമ്പനിയാണ്. അപ്പം ലോകരാജ്യങ്ങളിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള പാസ്പോർട്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജപ്പാൻ്റെ പാസ്പോർട്ടാണ്. വൺ ഓഫ് ദി ബെസ്റ്റ്. കാരണം ആ ഒരു പാസ്പോർട്ട് കൊണ്ട് 194 രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ അവിടെ അറൈവൽ വിസ കിട്ടും. ഓൺ അറൈവൽ അവിടെ വിസ അടിക്കും. അപ്പം ഒരു ജപ്പാൻ പാസ്പോർട്ട് ഹോൾഡർ എന്ന് പറഞ്ഞാൽ അയാളുടെ ഒരു ഡിമാൻഡ് അത്രയ്ക്കും വലുതാണ്. 194 രാജ്യങ്ങളിൽ വിസ ഓൺ അറൈവൽ കിട്ടാൻ കപ്പാസിറ്റിയുള്ള ഒരു സ്ട്രോങ്ങസ്റ്റ് വിസ പാസ്പോർട്ടാണ് ജപ്പാൻ്റെ പാസ്പോർട്ട്. കേരളത്തിൽ എവിടെയൊക്കെയാണ് ഈ കോഴ്സുകൾ നിലവിൽ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുള്ളത്? കേരളത്തിൽ നമ്മൾ 6 ലൊക്കേഷനിൽ നമ്മൾ ഈ കോഴ്സ് ചെയ്യുന്നുണ്ട്. സൗത്ത് സൈഡിൽ കോട്ടയം, കൊച്ചി, തൃശ്ശൂർ സ്ഥലങ്ങളിലാണ്. നോർത്ത് സൈഡിൽ നീലേശ്വരം, പയ്യന്നൂർ, കണ്ണൂർ, ഇങ്ങനെ 6 ലൊക്കേഷനിൽ നമ്മൾ ഈ കോഴ്സ്, ഈ സർട്ടിഫൈഡ് ഡിപ്ലോമ ഇൻ ജെറന്റോളജി ആൻഡ് പീഡിയാട്രിക് കെയർ ത്രൂ ജപ്പാനീസ് ലാംഗ്വേജും അല്ലാതെയും 2 രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മളോടുകൂടെ ഇത്രയും നേരം ജപ്പാൻ്റെ വിശേഷങ്ങളും അതുപോലെ സർട്ടിഫൈഡ് ഡിപ്ലോമ ഇൻ ജെറന്റോളജി ആൻഡ് പീഡിയാട്രിക് കെയർ എന്ന് പറയുന്ന കോഴ്സിൻ്റെ വിശേഷങ്ങളും ഒക്കെ പങ്കുവച്ച ശ്രീ TJ സന്തോഷ് സാർ നമ്മുടെ ഈ ഒരു സെഷന് വേണ്ടി താങ്ക് യു സാർ. ഓക്കെ അല്ലേ? ഇനിയിപ്പോൾ അടുത്ത മീറ്റിംഗ് നമ്മൾ അടുത്ത സെഷൻ എടുക്കാൻ ആലപ്പുഴയിലല്ലേ, ജപ്പാനിലേക്ക് ജോലി കിട്ടിയ കുട്ടിയുടെ ഒരു സെഷൻ നമുക്കെടുക്കാം.